അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി. അതിനുശേഷം ഫുഡ് ഓർഡർ ചെയ്തു. ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈദരാബാദ് വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിച്ചില്ലെങ്കിൽ അത് വളരെ മോശമല്ലേ. അതുകൊണ്ട് ഫസ്റ്റ് അത് തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലേത് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് അത്ര ഇഷ്ടപ്പെടില്ല. കാരണം ഒന്നാമത് മന്തി റൈസ് കൊണ്ടാണ് ഇവിടെ ബിരിയാണി വയ്ക്കുന്നത്. പിന്നെ ഭയങ്കര സ്പൈസിയാണ് ഇവിടുത്തെ എല്ലാ ഫുഡും. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ തൈര് ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റൂമൊക്കെ ലോക്ക് ചെയ്ത് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ജസ്റ്റ് ഒന്ന് നാടൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഏരിയയിൽ ഇതുപോലെയാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു കടകളാണ്. ഫ്രൂട്ട്സൊക്കെ കുറച്ചധികം തന്നെ വാങ്ങി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാവും, പിന്നെ മടുപ്പുണ്ടാവില്ല. നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് വരണമല്ലോ. അതുവരെ ഇതൊക്കെ കഴിച്ച് നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ചക്കയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ഭാഗത്തും അമ്പലങ്ങളാണ്. ഓരോ ഭാഗത്ത് എത്തുമ്പോഴും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ കാണാൻ കഴിയും. ഇത് വലിയ മാർക്കറ്റാട്ടോ, ഒരുപാടുണ്ട് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാർക്കറ്റിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. നല്ല വിലക്കുറവിലാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. ഈ ഒരു ടോപ്പുകളൊക്കെ 125 രൂപ 100 രൂപയ്ക്കൊക്കെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മളെല്ലാം കയറി കണ്ടതാണ്. അടിപൊളിയാണ്. ലൈനിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടൗണൊക്കെ ചുറ്റിക്കണ്ടതിന് ശേഷം നമ്മളൊരു ഹോട്ടലിൽ കയറി. ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ചായ കുടിക്കാനായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ ചായ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങി കഴിച്ചു. നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.